ഇപ്പോൾ തിയേറ്ററിലൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് കാന്താര 2 അല്ലേ? ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ട്. അതൊരു പാൻ ഇന്ത്യ ലെവലിൽ ഒരു ഹിറ്റായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളത്, നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാരെ എക്സാമ്പിൾസ് ആയിട്ട് കാണാം. അങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നൊരു എക്സാമ്പിളാണ് കാന്താരയിലെ ഹീറോ. ഹീറോ മാത്രമല്ല, അതിൻ്റെ സംവിധായകനും രചയിതാവും ഒക്കെ ആയിട്ടുള്ള ഋഷഭ് ഷെട്ടി. ഋഷഭ് ഷെട്ടിയുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു വിഷ്വലൈസേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ പലർക്കും അറിയാമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. കന്നഡ സിനിമയിലാണ് അദ്ദേഹം കാന്താര എടുത്തിരിക്കുന്നത്. കന്നഡ എന്ന് പറയുന്നത് ഒട്ടും ഒരു ഒരു എന്താ പാൻ ഇന്ത്യ ലെവലിലോട്ട് ഒന്നും വന്നൊരു സിനിമ ഇൻഡസ്ട്രിയേ അല്ല. നമുക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. ആകെ ആ ഒരു KGF എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് കന്നഡ ഫിലിമിനെ കുറിച്ചിട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ആ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഈ കാന്താര 2 പോലെ ഇത്രയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ളൊരു സിനിമ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഋഷഭ് ഷെട്ടിയുടെ ഒരു ജീവിതം പറയാനാണെങ്കിൽ, അദ്ദേഹത്തിന് അങ്ങനെ വലിയൊരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അദ്ദേഹത്തിന് പിന്നെ വലിയൊരു പൈസ ഇല്ല. ധനവാനൊന്നും അല്ലായിരുന്നു. ഡിഗ്രി ഒക്കെ പാസ്സായ ശേഷം ഈ സിനിമാ മോഹം കാരണം ബാംഗ്ലൂര് പോയി. ബാംഗ്ലൂരിൽ പോയിട്ട് എങ്ങനെയൊക്കെയോ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി പിന്നെ സംവിധാനം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മുംബൈക്ക് പോയി. മുംബൈയിൽ അദ്ദേഹം ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ഓഫീസ് ബോയ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളക്കുപ്പി എടുത്തു കൊടുക്കുന്ന ആളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ. അപ്പം അപ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ സിനിമ എന്ന് പറയുന്ന മോഹം ഇങ്ങനെ അതിങ്ങനെ പോകാതെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം ആ ഒരു എന്താണ്, ആ ഒരു ഇച്ഛാശക്തിയുടെ ഒരു പ്രതിഫലനമായിട്ടാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് മൂവിയിലോട്ടൊരു എൻട്രി കിട്ടുന്നത്. അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു സിനിമയും കാര്യങ്ങളും ഒക്കെ എടുത്തു. അത് ഹിറ്റായി. അങ്ങനെ പതുക്കെ 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 അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡ് പവർ ഉണ്ടല്ലോ, ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ, ആ ഒരു പവറിൻ്റെ ഒരു ബലത്തിലാണ്, അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ്റെ ഒക്കെ ഒരു ബലത്തിലാണ് അദ്ദേഹം എന്താണ് കാന്താര എന്ന് പറയുന്ന പ്രോജക്റ്റിലോട്ടൊക്കെ എത്തിയത് തന്നെ. അപ്പം ആ ഒരു സമയത്ത് ഈ ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസുകളെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും ഈ ഒരു ടോപ്പിക്ക് അത്ര വർക്കാവുമെന്നൊന്നും തോന്നിയില്ല. അവസാനമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ ഹൗസിലോട്ട് എത്തുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കൊള്ളാം, ഇതൊരു സക്സസ്ഫുൾ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർക്ക് തോന്നി. അവർ ഏറ്റെടുത്തു. ആ കാന്താര 1 എന്ന് പറയുന്നത് വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. പക്ഷേ അതിൻ്റെ ഒരു അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. അവർ പോലും വിചാരിക്കാത്ത രീതിയിലാണ് കാന്താര 1 അക്സെപ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സീക്വലുമായിരുന്നു. സീക്വൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനും ഇവർ വിചാരിക്കാത്തൊരു പിന്നെ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വിചാരിക്കാത്ത വിജയം എന്ന് പറഞ്ഞാലും അവർ ആ ഒരു വിജയം അവർ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഋഷഭ് ഷെട്ടി തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു ലെവലിൽ ആൾക്കാർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നു. അതൊക്കെ എന്തായാലും അദ്ദേഹം വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവും. കാരണം വലിയ വലിയ മഹാന്മാരായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ്, അവരുടെ പല ലൈഫ് സ്റ്റോറീസിലും പറഞ്ഞിട്ടുണ്ട് അവരിതൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഷാരൂഖ് ഖാനൊക്കെ പലവട്ടം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു വിഷ്വലൈസേഷൻ്റെ പവർ. അതുപോലെ വിരാട് കോഹ്ലി പറഞ്ഞിട്ടുണ്ട്, ഈ മാച്ചൊക്കെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഈ വിജയം വിഷ്വലൈസ് ചെയ്തിട്ടുള്ളതാണെന്ന്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു വിജയം അദ്ദേഹത്തിൻ്റെ പിന്നെന്താണ് സബ് കോൺഷ്യസ് മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതുപോലെ തന്നെ ഓതൻറ്റിസിറ്റി, ഈ കാന്താര എന്ന് പറയുന്നത് നമുക്ക് വേറെ എവിടെ നിന്നും കോപ്പി അടിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള, വളരെ യൂണീക്ക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണിത്. ആ ഒരു പിന്നെ സത്യസന്ധത കൂടി അതിൽ കലരുന്നുണ്ട്. പിന്നെ സ്പിരിച്വാലിറ്റി, തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ വേയിലാണ് അദ്ദേഹം ആ സിനിമ ഷൂട്ട് ചെയ്തതൊക്കെ. പല ഇൻ്റർവ്യൂസിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വളരെ സ്പിരിച്വലാണ്. പിന്നെന്താ ഭയങ്കര ഭക്തനാണ്. സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ നോൺ വെജിറ്റേറിയൻ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യം, വെജിറ്റേറിയൻ ആയിരുന്നു. പിന്നെ ചെരുപ്പിടാതെയാണ് ഷൂട്ട് ചെയ്തത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പിരിച്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത് പൂർണ്ണമായിട്ടും ഏതിനെയാണോ വിശ്വസിക്കുന്നത് ആ ഒരു ഇതിന് സറണ്ടർ ചെയ്തു എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ജോലികൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സറണ്ടർ മനോഭാവം, ശരണാഗതി എന്ന് പറയും, ആ ഒരു മനോഭാവത്തോടെയാണ് അദ്ദേഹം അത് ചെയ്തത്. പിന്നെ എല്ലാ ജോലികളും ചെയ്ത് കഴിഞ്ഞിട്ട് അത് ലെറ്റ് ഇറ്റ് ഗോ ആണ്. ബാക്കിയെല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുത്തു. അപ്പോൾ യൂണിവേഴ്സ് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും യൂണിവേഴ്സിൻ്റെ ആ ഒരു റിസൾട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. സിനിമ അവർ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഒരു പാൻ ഇന്ത്യ ലെവലിലോട്ടത് ഹിറ്റായി. അപ്പം തീർച്ചയായിട്ടും എന്താണ്, ഇതുപോലുള്ള ആൾക്കാരുടെ ലൈഫ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മാനിഫെസ്റ്റേഷൻ്റെ വിഷ്വലൈസേഷൻ്റെ ഒക്കെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസാണ്. അപ്പം നമ്മളൊരു വിജയം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കൊരു മോഡലാക്കാൻ പറ്റുന്ന ആളാണ് ഋഷഭ് ഷെട്ടിയും അദ്ദേഹത്തിൻ്റെ ജീവിതവും.